നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു എന്ന്. കാരണം നമുക്കറിയണമല്ലോ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്, അല്ലേ? നല്ല അഭിപ്രായമാണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അത് നമുക്ക് കണ്ടു നോക്കാം. എംപറർ, ഓ, 10 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഫൂൾ, 7 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ഗുഡ്, 7 ഓഫ് കപ്സ്. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാം. എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ സ്വല്പം ഈഗോ ഉള്ള വ്യക്തിയാണ് എന്ന്, വാശികൾ ഉള്ള വ്യക്തിയാണ് എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. അവർ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും അവരെ മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിടിവാശി ഒരുപാടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നു. അവർ വളരെ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് അവർക്ക് താഴ്ന്നു കൊടുത്ത് ശീലമില്ല എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, വീട്ടിലായാലും അവരങ്ങനെ തന്നെ ആയിരിക്കും. അവർ തീരുമാനിക്കും, അതുപോലെ ബാക്കിയുള്ളവർ കാര്യങ്ങൾ ചെയ്തോളണം എന്ന് ഉള്ള ടൈപ്പിലുള്ള ഒരു വ്യക്തിയാണ് താങ്കളുടെ പേഴ്സൺ എന്ന് മറ്റുള്ളവർക്ക് അഭിപ്രായമുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വേറെ ചിലർക്ക് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വളരെ കുടുംബസ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള, നിങ്ങളെയും ചേർത്തിട്ടാണ്, നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ആ കുടുംബത്തിൽ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് മറ്റുള്ളവർ ഇവരെ പറ്റി അഭിപ്രായപ്പെടുന്നത്. മറ്റു ചിലരെ പറ്റി ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയില്ല. അവർക്ക് വിഷമങ്ങൾ വന്നാലും, വിഷമങ്ങൾ എസ്പെഷ്യലി അവരുടെ വിഷമങ്ങൾ പുറത്തേക്ക് പറയില്ല. അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് വല്ലാതെ വിഷമിച്ച് ഓപ്പണപ്പ് ചെയ്ത് പറയാത്തൊരു വ്യക്തിയാണ് എന്ന്. തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എനർജി ആയിരിക്കും കേട്ടോ. അത് ഫുൾ വെച്ചിട്ട് മറ്റു ചിലർ യാത്രകൾ, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കണം. റിസ്ക് എടുക്കാൻ ഭയമില്ലാത്ത വ്യക്തിയായിരിക്കും. ഒക്കെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാണ്, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് താങ്കളുടെ പേഴ്സൺ എന്നും ആൾക്കാർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. മറ്റു ചിലരെക്കുറിച്ച് ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. വർക്ക് ഹോളിക് ആണെന്ന് തന്നെ പറയാം. കൂടുതലായി ജോലിയിൽ ഒരു 100 അല്ല, ഒരു 200% ജോലിയിലേക്ക് ഡെഡിക്കേഷൻ ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്നേഹം ഉള്ള വ്യക്തിയാണ് എന്ന് തന്നെ എല്ലാവരുടെയും അഭിപ്രായമുണ്ട്, നിങ്ങളുടെ ഉൾപ്പെടെ കേട്ടോ. അവർക്ക് ഒരുപാട് സ്നേഹമാണ്, എല്ലാവർക്കും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, എല്ലാവരെയും സഹായിക്കാൻ അവർക്ക് മടിയില്ല എന്ന് തന്നെ അവർ അഭിപ്രായപ്പെടുന്നു. 7 ഓഫ് കപ്സ് വെച്ച് ചിന്തകൾ ഏത് നേരവും തോട്ട്സാണ്. ഇങ്ങനെ ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലിരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും അങ്ങനെ അഭിപ്രായപ്പെടുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഒരു പക്ഷേ പുതിയ ഐഡിയാസ് അവർക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ ബിസിനസ് ഐഡിയാസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് അതിനെപ്പറ്റി ഒരു പുതിയ ഐഡിയാസ്, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയർ ആണെന്നൊരു പുതിയ ഡിസൈൻ, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ പുതിയ ഐഡിയാസ് ഇങ്ങനെ അവർക്ക് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരിക്കാം കേട്ടോ.